15 വയസ്സുകാരിയായ അതിജീവിതയുടെ 28 ആഴ്ച പിന്നിട്ട ഗർഭം അലസിപ്പിക്കാൻ സുപ്രീം കോടതി അനുമതി നൽകി. കുഞ്ഞ് ജനിച്ച ശേഷം ദത്തെടുക്കാൻ സംവിധാനങ്ങൾ ഉള്ളപ്പോൾ എന്തിന് ഈ ജീവൻ അവസാനിപ്പിക്കണമെന്ന സർക്കാർ നിലപാടിനെ ദത്തെടുക്കൽ എന്ന സാധ്യത നിലനിൽക്കുന്നത് കൊണ്ട് മാത്രം ഒരു സ്ത്രീയെ തന്റെ താല്പര്യത്തിന് വിരുദ്ധമായി ഗർഭം തുടരാൻ നിർബന്ധിക്കാനാവില്ലെന്നാണ് കോടതി വ്യക്തമാക്കിയത്. ഇവിടെ സ്ത്രീ എന്ന് പറഞ്ഞതുകൊണ്ട് പ്രായപൂർത്തിയാകാത്ത കുട്ടികളുടെ കാര്യത്തിൽ മാത്രമല്ല, പ്രായപൂർത്തിയായവരുടെ കാര്യത്തിലും മാതൃത്വത്തെ പൂർണ്ണമായും ഒരു സ്ത്രീയുടെ വ്യക്തിപരമായ തീരുമാനമായി മാത്രം നിയമം പരിഗണിച്ചേക്കാമെന്ന സൂചനയുണ്ട്. അതായത് നിസ്സഹായ അവസ്ഥയിലുള്ള ഗർഭസ്ഥ ശിശുവിന്റെ അവകാശങ്ങളെ പൂർണ്ണമായും നിരാകരിച്ചുകൊണ്ട് സ്ത്രീയുടെ ശാരീരിക സ്വയാധികാരത്തിന് മാത്രം മുൻഗണന നൽകുന്ന നിയമ സമീപന രീതിയാണ് നിലവിലുള്ളത്. 2022 സെപ്റ്റംബറിൽ സുപ്രീം കോടതിയിൽ നടത്തിയ ചരിത്രപരമായ വിധിയിൽ വിവാഹിതരായ സ്ത്രീകൾക്ക് മാത്രം ഉണ്ടായിരുന്ന 24 ആഴ്ച വരെയുള്ള ഗർഭചിത്ര അവകാശം അവിവാഹിതരായ സ്ത്രീകൾക്കും ഒരുപോലെ ബാധകമാണെന്ന് വ്യക്തമാക്കി. ഇത് വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ വിജയമായി ആഘോഷിക്കപ്പെട്ടപ്പോൾ ഗർഭപാത്രത്തിലെ ജീവന്റെ സുരക്ഷയ്ക്ക് മേലുള്ള കവചം കൂടുതൽ ബലഹീനമാവുകയായിരുന്നു. ഹൈക്കോടതികളിൽ നിന്നുണ്ടാകുന്ന ചില വിധികൾ ഗർഭസ്ഥ ശിശുവിന്റെ സ്വത്വത്തെ അംഗീകരിക്കുമ്പോഴും പലപ്പോഴും പരമോന്നത കോടതിയിൽ എത്തുമ്പോൾ വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ തത്വങ്ങൾക്കാണ് മുൻതൂക്കം ലഭിക്കുന്നത്. ഉദാഹരണത്തിന് കേരള ഹൈക്കോടതി പല കേസുകളിലും മാനുഷികമായ പരിഗണനകൾ വെച്ച് ദത്തെടുക്കൽ പോലുള്ള മാർഗങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. പക്ഷെ 2021 MTP ഭേദഗതിക്ക് ശേഷം മാനസികാഘാതം പരിഗണിച്ച് ഗർഭം തുടരുന്നത് സ്ത്രീയുടെ ആരോഗ്യത്തിന് ഹാനികരമാകുമെന്ന് വരുത്തി തീർക്കുന്നത് ഒരു പ്രവണതയായി മാറിയിരിക്കുന്നു. ഇത് ശാസ്ത്രീയമായ വസ്തുതകളെക്കാൾ വൈകാരികമായ വ്യാഖ്യാനങ്ങൾക്ക് നിയമവ്യവസ്ഥയിൽ സ്ഥാനം നൽകുന്നുവെന്ന വിമർശനങ്ങളെ ശരിവെക്കുന്നു. ദത്തെടുക്കൽ പോലുള്ള വലിയ സാധ്യതകളെ നിർബന്ധിത മാതൃത്വം എന്ന ലേബലിൽ കോടതികൾ തള്ളിക്കളയുമ്പോൾ അത് ഗർഭസ്ഥ ശിശുവുമായി ബന്ധപ്പെട്ട് നൽകുന്ന സന്ദേശം ഭയാനകമാണ്. നിന്റെ ജീവനേക്കാൾ വലുതാണ് നിന്നെ ചുമക്കുന്നവളുടെ താല്പര്യം എന്ന് നിയമം പറയുമ്പോൾ നീതിയുടെ സൂചികകൾ തെറ്റായ ദിശയിലേക്കാണ് ചലിക്കുന്നത്. പ്രധാനമായും കൗമാരക്കാരിലെയും അവിവാഹിതർക്കിടയിലെയും വഴിവിട്ട ബന്ധങ്ങളും അത് മറച്ചുവെക്കാനുള്ള വ്യഗ്രതയുമാണ് ഇത്തരം കേസുകൾ നിയമപരിധിയും കഴിഞ്ഞ് കോടതികളിൽ എത്താനുള്ള പ്രധാന പശ്ചാത്തലം. ഭയം മൂലം ഗർഭം ഒളിപ്പിച്ചു വയ്ക്കുന്ന കൗമാരക്കാർ ഒടുവിൽ കണ്ടെത്തപ്പെടുമ്പോഴേക്കും ഗർഭസ്ഥ ശിശു ഏറെക്കുറെ പൂർണ്ണ വളർച്ചയെത്തിയിട്ടുണ്ടാകും. മറച്ചു വയ്ക്കപ്പെടുന്ന ഗർഭങ്ങൾ വെളിപ്പെടുമ്പോൾ പെൺകുട്ടികൾക്ക് ലഭിക്കേണ്ടത് കൊലപാതകത്തിനുള്ള അനുമതിയല്ല, മറിച്ച് മാനസികമായ കരുത്തും സാമൂഹിക പിന്തുണയുമാണ്. ഒരു സ്ത്രീയുടെ ശരീരത്തിനുള്ളിൽ വളരുന്നത് മറ്റൊരു സ്വതന്ത്ര ജീവനാണെന്നും ആ ജീവനെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം ഭരണകൂടത്തിനും നിയമവ്യവസ്ഥയ്ക്കും ഉണ്ടെന്നും നിരന്തരം ഓർമ്മപ്പെടുത്തുന്ന സമീപനമാണ് സഭയുടേത്. ഇക്കാര്യങ്ങളിൽ സഭയുടെ നിലപാടുകൾ പലപ്പോഴും പ്രോഗ്രസീവ് എന്ന് അവകാശപ്പെടുന്ന സംഘടനകളുടെ എതിർപ്പ് നേരിടുന്നുണ്ടെങ്കിലും അത് ഏറ്റവും ദുർബലരായവരുടെ പക്ഷത്ത് നിൽക്കുന്നു എന്നതുകൊണ്ടാണ് പ്രസക്തമാകുന്നത്. ശബ്ദമില്ലാത്തവരുടെ ശബ്ദമാവുക എന്നതാണ് സഭയുടെ ദൗത്യം. ഗർഭപാത്രത്തിലിരുന്ന് നീതിക്ക് വേണ്ടി നിലവിളിക്കുന്ന കുഞ്ഞുങ്ങളുടെയും പക്ഷത്ത് നിന്നുകൂടി ചിന്തിക്കാൻ സമൂഹത്തെയും നിയമവ്യവസ്ഥിതികളെയും സഭ പ്രചോദിപ്പിക്കുന്നു. ഗർഭചിത്രം എന്നത് ഒരമ്മയുടെ അവകാശമായി മാറുമ്പോൾ നമുക്ക് നഷ്ടമാവുന്നത് ധാർമ്മികമായ അടിത്തറയാണ്. നിയമങ്ങൾ ജീവനെ സംരക്ഷിക്കാനാകണം, ഇല്ലാതാക്കാനാവരുത്.